ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മനസ്സിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ കാറ്റത്തെ കിളിക്കൂട് സീരിയലിൻ്റെ നാളെ വരാനിരിക്കുന്ന നമ്മുടെ നിധിയുടെയും സുധീഷിൻ്റെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കേട്ടാലോ. അങ്ങനെ നമ്മുടെ നിധിയുടെ സർട്ടിഫിക്കറ്റൊക്കെ കിട്ടി നമ്മുടെ നിധി ഒരു കമ്പനിയിൽ നല്ലൊരു കമ്പനി നോക്കി ഇൻ്റർവ്യൂവിന് പോകാനായിട്ട് ഒരുക്കങ്ങളൊക്കെ ഒരുങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ സുധീഷിനും വലിയ സന്തോഷമാണ്, നമ്മുടെ നിധിക്ക് ജോലി കിട്ടുന്ന കാര്യമല്ലേ. അപ്പോൾ സുധീഷ് പറഞ്ഞു എന്തായാലും ഞാനും കൂടെ വരാം, ഇൻ്റർവ്യൂവിന് ഒറ്റയ്ക്ക് പോകണ്ടെന്ന് പറയുന്നു. അപ്പം നിധി പറഞ്ഞു വേണ്ട, ഞാനൊരു ടാക്സി പിടിച്ച് പൊക്കോളാം സുധീഷിൻ്റെ ജോലി കളയണ്ട, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സുധീഷ് സമ്മതിക്കുമോ? വേണ്ട വേണ്ട, നീ ഒറ്റയ്ക്കൊന്നും പോയാൽ പറ്റില്ല, പരിചയമില്ലാത്ത സ്ഥലങ്ങളൊക്കെ അല്ലേ, അങ്ങനെ ഒറ്റയ്ക്ക് മറ്റും പോകണ്ടെന്നൊക്കെ പറയുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ലൈക്ക് അടിക്കാൻ ആരും മറന്നു പോകില്ല കേട്ടോ. പുതുതായിട്ട് വരുന്നവരൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെക്കുക. അപ്പോൾ നിധി കുറേ നിർബന്ധിച്ചു, സുധീഷ് വരണ്ട സുധീഷ്, ഞാൻ പൊക്കോളാം. വേണ്ട, ഞാൻ എന്തായാലും വരാം എന്ന് പറഞ്ഞ് നമ്മുടെ സുധീഷിൻ്റെ വണ്ടിയിൽ നിധിയെ കൊണ്ട് പോവാണ്. അപ്പോൾ നിധിക്ക് ഭയങ്കര ടെൻഷനാണ്. കാര്യം ഇത്രയും നാളും സർട്ടിഫിക്കറ്റ് ഒന്നും കയ്യിലില്ല എന്നുള്ളതായിരുന്നു. ഇപ്പോൾ സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ നിധിക്ക് ആകെ ടെൻഷനാണ്. കാര്യം ഒരു വലിയ കമ്പനിയിലെ ഇൻ്റർവ്യൂവിനാണ് പോണത്. അപ്പോൾ എങ്ങനെയായിരിക്കും, എന്താകും എന്നുള്ളതൊക്കെയാണ് നിധിയുടെ ടെൻഷൻ. അപ്പോൾ സുധീഷിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എനിക്ക് ഈ ജോലി കിട്ടുമോ? അപ്പോൾ സുധീഷ് പറയും ധൈര്യമായിട്ടിരിക്കും നിധി, നിനക്ക് എന്തായാലും കിട്ടും, നീ നല്ല സ്മാർട്ടല്ലേ എന്നൊക്കെ നമ്മുടെ സുധീഷ്. പിന്നെ പൊക്കിയടിക്കാൻ സുധീഷ് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അങ്ങനെ സുധീഷ് നിധിയെ നല്ല രീതിയിൽ ധൈര്യമൊക്കെ കൊടുത്തിരുത്താണ്. അപ്പോൾ നിധി പറഞ്ഞു എനിക്കൊരു ജോലിയൊക്കെ കിട്ടി, എൻ്റെ ശമ്പളമൊക്കെ കിട്ടിയിട്ട് വേണം. കാര്യം നിങ്ങളൊക്കെ എനിക്ക് ഒരുപാട് ഞാൻ നിങ്ങളെയൊക്കെ കഷ്ടപ്പെടുത്താണ്. എൻ്റെ സ്വന്തം കാലിൽ നിൽക്കാറാവുമ്പോൾ നിങ്ങളെ എന്നും ഞാൻ പിന്നെ കഷ്ടപ്പെടുത്തി ഇങ്ങനെ നിർത്തില്ല എന്ന് വെച്ചാൽ നിധി മാറി വേറെ എങ്ങോട്ടെങ്കിലും പോകാം എന്നുള്ളൊരു ഇതൊക്കെയാണ് പറയുന്നത്. അത് കേട്ടപ്പോൾ നമ്മുടെ സുധീഷിന് ആകെ ഒരു ബുദ്ധിമുട്ടാവുകയാണ്. അതെന്താ അങ്ങനെ പറയുന്നത്, ഞങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടാണ്, നിധി ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും അല്ല എന്നൊക്കെ പറയാം. അങ്ങനെയല്ല സുധീഷ്, ഇപ്പോൾ തന്നെ നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട്, അതെനിക്കറിയാം, പക്ഷേ ഞാനത് മനസ്സിലാക്കുന്നുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ നിധി ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ സുധീഷിൻ്റെ ഉള്ളിൽ അപ്പോൾ നിധി ജോലി കിട്ടിക്കഴിഞ്ഞാൽ സുധീഷിനെ ഇട്ടിട്ട് പോവോ, ഈ വീട് വിട്ട് പോവോ എന്നൊക്കെയുള്ള തോന്നൽ സുധീഷിന് വരെയാണ്. എന്നാലും ആ ഒരു ടെൻഷൻ സുധീഷിൻ്റെ ഉള്ളിൽ വരെയാണ് കേട്ടോ. അങ്ങനെ നിധിക്ക് ധൈര്യമൊക്കെ കൊടുത്ത് അവർ കമ്പനിയിലെത്തണം. അങ്ങനെ കമ്പനിയിലെത്തിക്കഴിഞ്ഞപ്പോൾ നിധി പറഞ്ഞു അവർ പോകുന്നതിൻ്റെ ഇടയിൽ തന്നെ സുധീഷിനൊരു കോള് വരേണേ, കമ്പനിയിലെത്തുന്നതിന് മുന്നേ തന്നെ സുധീഷിനൊരു ഫോൺ കോള് വരേണേ. വന്നിട്ട് ഒരു കസ്റ്റമറാണ് വിളിച്ചത്, ഓട്ടം വരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട് ഞാൻ എൻ്റെ വൈഫിനെയും കൂട്ടി ഇൻ്റർവ്യൂവിന് പോവാണ്, അപ്പോൾ ഇപ്പോൾ എന്തായാലും വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യണം. അപ്പോൾ നിധി പറയുന്നുണ്ട് വേണ്ട സുധീഷ്, ജോലി കളയണ്ട, ഓട്ടം പൊക്കോ, ഞാൻ ഇവിടെ നിന്നൊരു ഓട്ടോ ടാക്സി പിടിച്ച് പൊക്കോളാം, വേണ്ട ഞാൻ എന്തായാലും കൊണ്ടുവന്ന് വിടാം, അതൊന്നും പ്രശ്നമല്ല, വേറെ ഓട്ടം വന്നോളൂ നിധി എന്നൊക്കെ പറഞ്ഞ് വീണ്ടും നിധിയും കൊണ്ട് ആ കമ്പനിയിൽ ഇറക്കി വിടുകയാണ്. അപ്പം എന്തായാലും ഞാൻ പോയിട്ട് വരാം, എനിക്ക് വേണ്ടിയിട്ട് സുധീഷ് ഒന്ന് പ്രാർത്ഥിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ നിധി പോകുന്നത് കേട്ടോ. അപ്പോൾ ഇനി പൊക്കോ, ഞാൻ തിരിച്ച് പിന്നെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഒരു ടാക്സി പിടിച്ച് വന്നോളാം സുധീഷ് എന്നൊക്കെ പറഞ്ഞ് പോവാണ്. അങ്ങനെ നിധി കയറി കമ്പനിയിൽ ഇൻ്റർവ്യൂവിനായിട്ട് പോവാണ്. നല്ല ടെൻഷനോടൊക്കെയാണ് നമ്മുടെ നിധി കയറി പോകുന്നത് കേട്ടോ. പക്ഷേ നമ്മുടെ സുധീഷ് അവിടെ നിന്ന് പോകുന്നില്ല. സുധീഷ് പാർക്കിംഗ് ഏരിയ പോയിട്ട് കാറ് അവിടെ പാർക്ക് ചെയ്തിട്ടിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നിധിക്ക് ജോലി കിട്ടാനൊക്കെ ആയിട്ട് പ്രാർത്ഥിച്ച് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറേ സമയം കഴിഞ്ഞ് നമ്മുടെ നിധി ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് വരെയാണ്. അപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോഴത്തേക്ക് സുധീഷിനെ കണ്ടില്ലല്ലോ. അപ്പോൾ നിധി ടാക്സി പിടിച്ച് പോകാമെന്നുള്ള രീതിയായിരുന്നു. അപ്പം നിധി പുറത്ത് വരുന്ന സമയം അനുസരിച്ച് സുധീഷ് നിധിയുടെ ഫോണിലോട്ട് വിളിക്കുകയാണ്, അതെ ഞാനിവിടെ പുറത്തുണ്ട്, വേഗോട്ടും പോകണ്ട, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറയുന്നുണ്ട്. അപ്പം നിധി മനസ്സിൽ ഓർക്കും അപ്പോൾ സുധീഷ് പോയില്ലേ. അപ്പോൾ അങ്ങനെ സുധീഷ് വണ്ടിയും കൊണ്ട് വരുമ്പോൾ നിധി കയറിയിട്ട് ചോദിക്കും അതെന്താ പോയില്ലായിരുന്നോ, എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു എന്നൊക്കെ നിധി സുധീഷിനോട് ചോദിക്കുകയാണ്. ഞാൻ പോയില്ല, നിന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്തു എന്ന് പറയണം. അങ്ങനെ അവർ വീണ്ടും കാറിൽ കയറി യാത്ര വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഇൻ്റർവ്യൂയെ കുറിച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ സുധീഷ് ചോദിക്കണം എങ്ങനെ ഉണ്ടായിരുന്നോ ഇൻ്റർവ്യൂ. അപ്പോൾ പറഞ്ഞ് ഒരു റൗണ്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞു, ഇനി ഒരു റൗണ്ട് ഇൻ്റർവ്യൂവും കൂടെ കഴിഞ്ഞാലേ നമ്മൾ സെലക്ട് ചെയ്യത്തുള്ളൂ, അതിന് ശേഷമേ നമുക്ക് ജോലിയൊക്കെ കിട്ടത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അതേസമയം തന്നെ നമ്മുടെ ഹരീഷിനെ കാണിക്കുകയാണ്. ഹരീഷിനാണെങ്കിൽ ഭയങ്കര ടെൻഷനാണ്. കാര്യം നീതുവിനൊരു നേവിക്കാരൻ ആരോ കല്യാണ ആലോചനയായിട്ട് വന്നു, മിക്കവാറും അത് സമ്മതം പറയും നടക്കും എന്നൊക്കെയാണല്ലോ നീതു വന്ന് പറഞ്ഞിട്ട് പോയത്. അത് ഓർത്ത് നമ്മുടെ ഹരീഷിന് ഭയങ്കര ടെൻഷനാണ്. അങ്ങനെ വർക്ക്ഷോപ്പിലെത്തി കഴിഞ്ഞിട്ട് ചന്തുവിൻ്റെ അടുത്തും മറ്റേ ഒരു പയ്യനുണ്ടല്ലോ വിക്ടോയുടെ അടുത്തൊക്കെ ചുമ്മാ ദേഷ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് സ്പാനർ ആരാണ് എടുത്തത് എന്ത് എന്നൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് ചോദിക്കണം. അപ്പോൾ ചന്തു ചോദിക്കും ഹരീഷിനെ
പിന്നെ എന്താ പറ്റുക, ഞാൻ നിൻ്റെ അടുത്ത് സ്പാൻഡറല്ലേ ചോദിച്ചതെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുക. അപ്പോൾ ആ മുന്നിൽ ഇരിക്കുന്ന സാധനം എന്തുവാന്ന് ചോദിക്കും. ഇതിവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എന്ത് പറ്റി, മനസ്സൊന്നും ഇവിടെ അല്ലല്ലോ. അപ്പോൾ ചന്തു പറയും, എനിക്ക് മനസ്സിലായി, നീതു വന്ന് കല്യാണം ഉറപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ തുടങ്ങിയ ടെൻഷനാണ്. പിന്നെ നീതു വന്ന് കല്യാണം ഉറപ്പിച്ച് ആരെങ്കിലും കല്യാണം കഴിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞ് എനിക്കിപ്പോൾ എന്നാ. അതെ, വിഷയം മാറ്റാൻ നിൽക്കണ്ട. ഹരീഷ് ചേട്ടൻ ഞാൻ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയൊന്നുമല്ല. ഇപ്പോൾ ആകെ സങ്കടം നീതുവിൻ്റെ കല്യാണം ഉറപ്പിച്ചു എന്നുള്ളത് ഓർത്ത് തന്നെയാണ്. എന്തിനാ ഹരീഷ് ചേട്ടൻ ഇത്രയും ഹെഡ് വെയിറ്റ് ഒക്കെ ഇടുന്നത്? എനിക്കൊരു ഹെഡ് വെയിറ്റും ഇല്ല. അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്ന വിക്ടോയും ചന്തുവും അവരെല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ നമ്മുടെ നീതു അതുവഴി പോവാണ്. അപ്പോൾ ഹരീഷ് കാണുകയാണ് കേട്ടോ. അപ്പോൾ ഹരീഷ് ഉടൻ തന്നെ ചന്തുവിനോട് പറയും, എടാ നീ ഒന്ന് ആ നീതുവിൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കോ, ശരിക്കും അവൾ പറഞ്ഞതൊക്കെ സത്യമാണോ, അങ്ങനെ ഒരു കല്യാണം അവൾക്ക് വന്നോ നടക്കുമോ എന്നുള്ളതൊക്കെ ഒന്ന് പോയി തിരക്കിയിട്ട് വരാൻ പറയും. അപ്പോൾ ചന്തു ചോദിക്കും, എന്തിനാ പോയി തിരക്കണത്? ഹരീഷ് ചേട്ടൻ അവളെ വേണ്ടെന്നല്ലേ പറഞ്ഞത്, പിന്നെ എന്തിനാ ഇനി പോയി തിരക്കണേ? എടാ എനിക്കങ്ങും പറ്റൂല എന്ന് ചന്തു പറയും. അപ്പോൾ ഹരീഷ് പറയും, എടാ ഒന്ന് പോയി തിരക്കടാ, ഒന്ന് പോയി തിരക്ക് എന്നിങ്ങനെ പറഞ്ഞ് നിർബന്ധിക്കുകയാണ്. അതെ, ഞാൻ എന്തിനാ പോയി തിരക്കണത്, എനിക്കങ്ങും പറ്റൂല എന്നൊക്കെ പറഞ്ഞ് ചന്തു അവോയ്ഡ് ചെയ്യാൻ നോക്കുകയാണ്. അവസാനം ഹരിയുടെ നിർബന്ധത്തിന് വഴങ്ങി ചന്തു പോവാണ്. എൻ്റെ നീതുവിൻ്റെ അടുത്ത് ചെല്ലാണ്. അതെ നീതു എന്ന് വിളിക്കും. അപ്പം എന്താണെന്ന് ചോദിച്ച് നീതു നിൽക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് പാസ് ചെയ്ത് കുറച്ച് മുന്നോട്ടായി. അപ്പോൾ നീതുവിൻ്റെ അടുത്ത് ചോദിക്കും, അതെ അവിടെ വർക്ക്ഷോപ്പിൽ ഒരാൾക്ക് പ്രാന്ത് പിടിച്ചണക്ക് നടക്കുകയാണ്, നിൻ്റെ കല്യാണം ഏതൊരു നേവിക്കാരനുമായിട്ട് ഉറപ്പിച്ചു, ഉടനെ തന്നെ കല്യാണമൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് കേട്ടിട്ട് പുള്ളിക്ക് ആകെ പ്രാന്ത് പിടിച്ച ഒരവസ്ഥയാണ്. ചെയ്യുന്ന ജോലി ഒരു പണിയും തീരുന്നതുമില്ല, വണ്ടിയൊക്കെ പെൻഡിങ്ങായി കിടക്കുക. ശരിക്കും നിനക്ക് കല്യാണാലോചന വല്ലതും വന്നോ? ഇപ്പോൾ വന്നാൽ എന്താ, വന്നില്ലെങ്കിൽ എന്താണെന്ന് ചോദിക്കും. അതെ എന്നെയും കൂടെ പ്രാന്ത് പിടിപ്പിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പറയുമ്പോൾ നീത് പറയും, നിനക്കെന്താ പറ്റിയേ, ഞാൻ ഹരീഷിനെ പ്രാന്ത് പിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ, ഞാനങ്ങനെ ഹരീഷിനെ വിട്ടിട്ട് പോകുമെന്ന് ചോദിക്കുക. എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്യണം. എന്നിട്ട് നീതു പറഞ്ഞു കൊടുക്കും, ചന്തു നീ പോയിട്ട് ആ കല്യാണം ഉറപ്പിച്ചു, ആ നേവിക്കാരൻ്റെ കല്യാണമാണ്, നല്ല ആലോചനയാണ്, അത്യാവശ്യം നല്ല ഫിനാൻഷ്യലി അപ്പായിട്ടുള്ള ഒരു ഫാമിലിയൊക്കെയാണ്, നീതു സമ്മതം പറയുകയും ചെയ്തു എന്നൊക്കെ നീ തട്ടി വിട്ടോളാൻ പറഞ്ഞു. പിന്നെ നിനക്ക് വേണ്ട എരിവും പുളിയൊക്കെ ചേർത്ത് നന്നായിട്ടങ്ങ് തട്ടി വിട്ടോളാൻ പറഞ്ഞു. അപ്പോൾ ചന്തു സെറ്റ് പറഞ്ഞിട്ട് ചന്തു ഇങ്ങനെ വരെയാണ് കേട്ടോ. വന്നിട്ട് ഈ ഹരീഷിനെ അങ്ങോട്ട് പ്രാന്ത് പിടിപ്പിക്കുകയാണ് കേട്ടോ. ഇങ്ങനെയാണ് കല്യാണമൊക്കെ ഉറപ്പിച്ചു എന്നുള്ള രീതിയിലൊക്കെ പറയുന്ന സീനുണ്ട്. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ സുധീഷും അതുപോലെ നീതുവും കൂടെ വരുന്നതിൻ്റെ ഇടയിൽ കാര്യങ്ങളൊക്കെ പലതും പറഞ്ഞാണ് അവർ വരുന്നത്. അപ്പോൾ നമ്മുടെ സുധീഷ് നീതുവിനോട് ചോദിക്കും, അതെ നീതുവിന് ശരിക്കും ലൈനൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കും. നീതു അല്ല, സോറി, നമ്മുടെ നിധിക്ക് കേട്ടോ, മാറിപ്പോയി. സുധീഷും നിധിയാണല്ലോ കാറിൽ വരുന്നത്. നമ്മുടെ നിധിയുടെ അടുത്ത് നമ്മുടെ സുധീഷ് ചോദിക്കുകയാണ്, അതെ നിധിക്ക് പണ്ട് പഠിക്കുന്ന സമയത്തൊക്കെ ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ടോ? എനിക്കങ്ങനെ ലൈനും കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറയുകയാണ്. പിന്നെ ചെറിയ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സുധീഷ് പറയണ, ഞാൻ അങ്ങനെയൊന്നുമല്ല കേട്ടോ, എനിക്ക് ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിധി പറഞ്ഞു, അയ്യോ പറഞ്ഞ് കേട്ട് ഞാൻ മടുത്തു. 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ാം ക്ലാസ് +2 ഓരോ വർഷത്തിലും ഓരോ ലൈന്, ആ കഥ ഞാൻ കുറേ കേട്ടല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സുധീഷ് അങ്ങ് ചൂളിപ്പോവാണ് കേട്ടോ. കാര്യം നിധി അങ്ങനെ പറയുമെന്ന് കരുതിയില്ല. അപ്പോൾ സുധീഷ് പറഞ്ഞു, ഇനി ഞാൻ പറയണില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പിണങ്ങിയിരിക്കുമ്പോൾ നിധി പറയാം, അയ്യോ ഞാൻ ചുമ്മാ പറഞ്ഞു കേട്ടോ, പറഞ്ഞോ എനിക്ക് കുഴപ്പമില്ല, ഇല്ല ഞാൻ പറയണില്ല എന്നിങ്ങനെ സുധീഷ് പറയാണ്. അങ്ങനെ അവർ തമ്മിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് വരുന്ന സീനും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നാളത്തെ കാറ്റത്തെ കിളിക്കൂടിൽ ഏകദേശം എപ്പിസോഡിൽ ഈ പ്രൊമോയൊക്കെയാണ്, ഏകദേശം ഇത്രയൊക്കെയാണ് പറഞ്ഞത്. നമ്മുടെ നിധി ഇൻ്റർവ്യൂവിന് പോകുന്ന കാര്യങ്ങൾ, നമ്മുടെ ഹരീഷും നീതുവും തമ്മിലുള്ള കാര്യങ്ങൾ, അത്രയൊക്കെയാണ് വരുന്നത്. ഇനിയിപ്പോൾ അടുത്ത ആഴ്ചയിൽ വരുന്നത് നമ്മുടെ സുനന്ദയുടെ നമ്മുടെ സുഭാഷിൻ്റെയും കല്യാണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ രംഗങ്ങളൊക്കെയാണ് ഇനി വരും ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ വരാൻ പോണത് കേട്ടോ. നമ്മുടെ സുനന്ദയെ നമ്മുടെ സുഭാഷ് തന്നെ വിവാഹം കഴിക്കുകയും ആ ഒരു കാര്യങ്ങളും കുറച്ച് അടിപിടി എന്ന് വെച്ചാൽ കുറച്ച് വഴക്കും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ അതിൻ്റെ പിന്നിലുണ്ട്. അപ്പം അതിൻ്റെ എപ്പിസോഡ് വിശേഷങ്ങളൊക്കെ കൃത്യമായി തലേ ദിവസം തന്നെ നിങ്ങളുടെ കൈകളിൽ എത്തുന്നതാണ്. എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം. ഓക്കെ, അതിനോടൊപ്പം തന്നെ നമ്മൾ ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് എന്ന ഒരു ഓപ്ഷനും കൂടെ വരും, അതും നിങ്ങൾ ചെയ്യണം. ഹൈപ്പ് ചെയ്യുന്ന അനുസരിച്ചാണ് നമ്മുടെ വീഡിയോസുകൾ യൂട്യൂബിൽ കൂടുതലായിട്ട് അപ്പായി വരുന്നത്. അപ്പം ലൈക്കിനോടൊപ്പം നിങ്ങൾ ഹൈപ്പും ചെയ്യുക. പിന്നെ പുതുതായിട്ട് നമ്മുടെ സീരിയൽ നമ്മുടെ ചാനലിൽ കയറി കാണുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ ഓൾ എന്നൊരു ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്യുക.
അപ്പോൾ നമ്മൾ ഇടുന്ന സീരിയലിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ കൃത്യമായിട്ട് നിങ്ങളുടെ കയ്യിലെത്തും. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കേട്ട് എല്ലാവരുടെ ഒരു സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി എന്നെ പറയുന്നു. അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്, സീ യു.